ലോക സലഫി പണ്ഡിതന്മാരോട് നമ്മൾ ചോദിച്ചിട്ടേ സംഘടന തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞത് എന്താ അറിയോ? സലഫി പണ്ഡിതന്മാർക്ക് നമ്മുടെ സാഹചര്യം അറിയില്ല എന്നുള്ളതാ പറഞ്ഞു. സലഫി പണ്ഡിതന്മാർക്ക് കേരളത്തിലെ സാഹചര്യം അറിയില്ല. ഇത് യഥാർത്ഥത്തിൽ എന്ത് സലഫിയത്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഫദൽ ഹക്ക് ഉമരി കടവത്തൂരിൽ അത് പ്രസംഗിച്ചു. കടവത്തൂരിലെയും പാലക്കാട്ടെയും സാഹചര്യം എങ്ങനെ സലഫി ഷെയ്ഖ് ഇബ്നു ബാസിന് അത് മനസ്സിലാകുമോ എന്ന് ചോദിച്ചിട്ട് പരിഹസിക്കായിരുന്നു യഥാർത്ഥത്തിൽ. ഇതേപോലെ തന്നെ ഫൈസൽ മുസ്ലിയാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഈ സംഘടനയുടെ വിഷയത്തിൽ നമുക്കൊരു സംശയമല്ല. സംഘടന വേണോ വേണ്ടേ എന്നുള്ളതല്ല ഇവിടെ ചർച്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സലഫി പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് നമ്മൾ സംഘടന രൂപീകരിച്ചാൽ പോരെ എന്നുള്ളതായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞ എന്താ വെച്ചാൽ ലജ്നയിലെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി അത് അംഗീകരിച്ചു. എന്ത്, ഞങ്ങൾക്കാർക്കും ഇതിന്റെ കാര്യത്തിൽ, ഈ സംഘടനാ സംവിധാനത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയമല്ല. ആ വിഷയത്തിൽ സുബൈർ മങ്കടക്ക് കൊടുത്ത ഫത്വ തന്നെ ഞങ്ങൾക്ക് മതി. കേരളത്തിലെ സാഹചര്യം സലഫി പണ്ഡിതന്മാർക്ക് അറിയില്ല. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നറിയോ, 2002 നമ്മുടെ സംഘടനയിൽ പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ അന്ന് വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ വേറെ ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള നിലപാടുണ്ടായിരുന്നു. എന്ത്, ഫിഖുൽ വാഖിഅ, കറന്റ് ഇവന്റ്സ്, അതൊന്നും സലഫി പണ്ഡിതന്മാർക്ക് അറിയില്ല. ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതും സലഫി പണ്ഡിതന്മാർക്ക് അറിയില്ല. ആ വാദം ഇന്ന് നമ്മൾ ഏറ്റുപിടിച്ചോ എന്നുള്ളത് സംശയിക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഫൈസൽ മുസ്ലിയാർ അതിന് പറയുന്ന ഒരു ഉദാഹരണം, നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പച്ചപ്പെട്ടി നമ്മുടെ മുമ്പിലുണ്ട്. ആ പച്ചപ്പെട്ടിയിൽ പൈസ ഇടല് ശിർക്കാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത് സലഫി പണ്ഡിതന്മാരോട് എഴുതി ചോദിച്ചാൽ അവരെന്ത് പറയും? എന്താ, ഞങ്ങളുടെ ഒരു പച്ചപ്പെട്ടി ഉണ്ട്, അതിനൊരു ഓട്ടുണ്ട്, ഒരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിലൂടെ പൈസ ഇടുന്നത് ശിർക്കാണെന്ന് ചോദിച്ചാൽ സലഫി പണ്ഡിതന്മാർ പറയുന്നത് ഇതെന്തൊരു പോയത്താണ് എന്ന് അവർ പറയില്ല. അവർക്ക് ഇവിടുത്തെ സാഹചര്യം അറിയോ? ഇത് ഉദാഹരണം പറഞ്ഞതാണ്. ആ ഉദാഹരണം പറഞ്ഞ സന്ദർഭത്തിൽ ഒരുത്തൻ ചോദിച്ചു, അല്ല അത് ചോദിക്കുമ്പോ അവരോടൊന്ന് ചോദിച്ചാൽ പോരെ? ആ പൈസ ഇടുന്ന ആളിന്റെ വിശ്വാസം ഇതാണ് എന്ന് ചോദിച്ചാൽ അവിടെ സംഗതി ക്ലിയർ ആയില്ലേ എന്നൊരാൾ ചോദിച്ചു. അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആ പൈസ ഇടുന്ന മനുഷ്യന്റെ വിശ്വാസം എന്താ? ഇതിൽ പൈസ ഇട്ടാൽ എന്നെ മഹാന് അല്ലെങ്കിൽ എന്നെ ഷെയ്ഖ് എന്നെ സഹായിക്കും എന്നുള്ളതാണ്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, പൈസ ഇടുന്നത് എന്ന് ചോദിച്ചാൽ സലഫി പണ്ഡിതന്മാർക്ക് അത് മനസ്സിലാവും എന്താന്നുള്ളത്. ഈ രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ആ വിഷയത്തിൽ പരിഹസിച്ചിട്ട് സലഫി പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഈ വിഷയത്തിലൊരു സംശയവും നമുക്കില്ല. ആ വിഷയത്തിൽ ഫത്വകൾ തന്നെ നമുക്ക് ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനങ്ങട്ട് പറഞ്ഞിട്ട് എന്താക്കിയാണ്ട് ഇരപ്പാക്കിയിട്ട് നമ്മൾ ഫിത്ന ഉണ്ടാക്കുക എന്നുള്ളതാണ് വരുത്തി തീർത്തു. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ ഫിത്ന ഉണ്ടാക്കല്? ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയേണ്ടത്, ഈ ഫത്വ ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല എന്ന് പറഞ്ഞ ആളുകൾ ആരാണെന്ന് അറിയോ? നാഴികക്ക് 40 വട്ടം ഇബാദല്ലാഹി അയിനൂനി എന്നുള്ള വിഷയത്തിൽ സലഫി പണ്ഡിതന്മാരുടെ അടുത്തേക്ക് നമുക്ക് പോണ്ടേ എന്താ നിങ്ങൾ വരാത്തത് എന്ന് ചോദിച്ചിട്ട് പിന്നാലെ നടന്ന ആളുകളാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അന്ന് അവര് കൊടുത്ത അതേ മറുപടി, ഖത്തറിൽ വെച്ചിട്ട് കോക്കസിന്റെ നേതാവ് അബ്ദുറഹ്മാൻ സലഫിനോട് ഇതേ ചോദ്യം ഇന്ന് ഇസ്ലാഹി സെന്ററിന്റെ ഉത്തരവാദപ്പെട്ട ആള് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ സലഫി പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോയിക്കൂടെ? അന്ന് ചോദിച്ചത് ഇതാണ്, സലഫി പണ്ഡിതന്മാരുടെ അടുത്തേക്ക് നമുക്ക് പോയിട്ട് ഇതിനൊരു തീർപ്പുണ്ടാക്കിക്കൂടെ? അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി, ഇത് ഞങ്ങള് എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമല്ല. വേറെ പല രൂപത്തിലുള്ള മറുപടികൾ വരും. ഞങ്ങൾക്ക് ആർക്കും എന്തില്ല, ഇത് ഷിർക്കാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമല്ല. ഇന്ന് സലഫി പണ്ഡിതന്മാരോട് നമുക്ക് പോയി ചോദിച്ചൂടെ എന്ന് പറയുമ്പോൾ അതേ മറുപടിയാണ്, ഈ സംഘടനാ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. കാരണം സലഫി പണ്ഡിതന്മാർക്ക് ഇവിടുത്തെ സാഹചര്യം അറിയില്ല, അവർക്ക് ഫിഖുൽ വാഖിഅ അറിയില്ല. യഥാർത്ഥത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ഒരു വാദമാണിത്. ഏത്, സലഫി പണ്ഡിതന്മാർക്ക് ഇതൊന്നും അറിയില്ല എന്ന്